everyone. Today we talk about a new lesson, Horigellu, written by Sudha Murthy. She is a prolific writer in Kannada. She is the wife of Narayana Murthy. In the story, she remembers two incidents. ഈ കഥയിൽ ഹൊരഗെല്ലു എന്ന കന്നഡ വാക്കുകൾ പറയുന്നത് ഒരു കൽബഞ്ച് എന്നാണ് കന്നഡ വാക്കിൻ്റെ അർത്ഥം. ഹൊരഗെല്ലു എന്ന വാക്കിൻ്റെ അർത്ഥം. ഇതിൽ തുടക്കത്തിൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ കഥ പോകുന്നത്. ആദ്യ ഭാഗം സുധയുടെ ബാല്യകാല ജീവിതമാണ്. അന്ന് ഉണ്ടായ കുറച്ച് വേനൽക്കാലത്തുള്ള ചൂടുള്ള ദിവസങ്ങളിൽ വിശ്രമിച്ചിരുന്ന ഒരു സമയത്തുണ്ടായ സംഭവമാണ്. അപ്പോൾ ആദ്യ ഭാഗം മിസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലൈനിൻ്റെയും എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചുരുക്കത്തിൽ ആദ്യ ഭാഗം പറയാണ്. വേനൽക്കാലത്തെ ദിവസങ്ങളിൽ അവിടെ കളിക്കാൻ പോയിരുന്നപ്പോൾ കണ്ടിരുന്ന ഒരു കാഴ്ചയാണ്. ആ കൽബഞ്ചിൽ അവിടെ ഇരുന്ന യാത്രക്കാർ ക്ഷീണം മാറ്റാനായിട്ട് വന്നിരിക്കും. അവരവിടെ അടുത്തുള്ള പാടങ്ങളിൽ ജോലി ചെയ്തിരുന്നവരാണ് മിക്കവാറും പേരും തന്നെ. അപ്പോൾ സുധയുടെ മുത്തച്ഛൻ ഒരു വിശ്രമ ജീവിതം നയിക്കുന്ന അധ്യാപകനായിരുന്നു. ഹി വാസ് എ റിട്ടയർഡ് ടീച്ചർ. ആ അധ്യാപകൻ്റെ അടുത്ത് ആളുകൾ വന്നിരിക്കാറുണ്ട്. അവരവിടെ ചൂടകറ്റാനായിട്ട് എർദൻ പോട്ട്സിൽ പൂജകളിലൊക്കെ വെച്ചിരുന്ന വെള്ളം എടുത്ത് കുടിക്കും, മുഖം കഴുകും. അവരവരുടെ വീട്ടിലെ വിഷമങ്ങൾ മാഷുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ സുധയ്ക്ക് സംശയമായി, എന്തിനാണ് ഈ ആളുകളൊക്കെ മുത്തച്ഛൻ്റെ അടുത്ത് വന്ന് ഇതൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ മുത്തച്ഛൻ പറയാണ്, നമ്മുടെയൊക്കെ ജീവിതം ഒരു യാത്രയാണ്. നമ്മൾ വളരെയധികം ചുമടുകൾ താങ്ങി പോകുന്നവരാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ശക്തി ആവശ്യമാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് വിശ്രമിക്കണം. ആ വിശ്രമിക്കുന്നതിന് തുല്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ചുമടുകൾ ഇറക്കി വെച്ച് ക്ഷീണം അകറ്റി വീണ്ടും ശക്തി സംഭരിച്ച് ഊർജം സംഭരിച്ച് അവർ മുന്നോട്ട് പോകുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിൽ സുധാമൂർത്തിയുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളിലേക്കാണ് പോകുന്നത്. കുറച്ചുകൂടി വലുതായി ആൾ ബോംബെയിൽ ജോലി ചെയ്യുകയാണ്. ഇനി അവിടെയുള്ള ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. Later on in life, I got to see something that reminded me of that stone bench once again. I was working in Bombay, now Mumbai. One of my colleagues, Ratna, was a senior clerk, middle-aged and always smiling. So she says that an incident reminded her of that Horigellu. Her colleague, Ratna was a senior clerk. She was a middle-aged lady, but she was always smiling. അപ്പോൾ രത്ന അവരുടെ സുധയുടെ സഹപ്രവർത്തകരിൽ ഒരാളായിരുന്നു. അവിടുത്തെ ഒരു ക്ലർക്ക് ആണ്, സീനിയർ ക്ലർക്കാണ്. ഒരു മധ്യവയസ്കയായിരുന്നു. എന്നാൽ എപ്പോഴും എല്ലാവരുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ഒരു ക്ലർക്കായിരുന്നു. She had done her graduation and been working in the company for nearly 25 years. She went about her repetitive mundane work with an infectious cheerfulness. So, Sudha says that Ratna had completed her graduation, that's her degree. And after that, she started working in this company for 25 years. As a clerk, she has been doing the same thing over and over again. So it has got a repetitive kind of being repeatedly doing the same thing. And it is a mundane or dull, uninteresting work, an ordinary work. So there is nothing much to be happy in it. But she always kept a smiling face, and she is doing her work
with an infectious cheerfulness. So we have to remember the phrase infectious cheerfulness. That means she was giving a smile to whomsoever she meets on the way. So usually we say infection in the case of diseases. Nowadays it's COVID-19 and we say it is spreading fast, it is contagious, so that infection is spreading fast. But here, what is being spread? It is the happiness. So we know that a smiling person gives smile to others' faces, right? അപ്പോൾ ഇവിടെ സുധ പറയാണ് ഈ രത്ന ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയിട്ട് 25 വർഷമായി. അവളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലർക്കാണല്ലോ. അപ്പം എന്നും ഒരേ ജോലി തന്നെ ചെയ്ത് ഭയങ്കര ഡള്ളായിട്ട് അല്ലെങ്കിൽ ആവർത്തന വിരസത ഉണ്ടാക്കുന്ന ഒരു ജോലിയാണ്. ഒരു ഓർഡിനറി സാധാരണ ഒരു ജോലി, അത്ര ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല. പക്ഷേ ഈ 25 വർഷമായിട്ടും എന്നും കാണുന്നവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി പകരാനായിട്ട് രത്നയ്ക്ക് സാധിച്ചിരുന്നു. അപ്പം ഇതിനെ സുധ പറയുന്നത് ഒരു പകർച്ചവ്യാധി പകരുന്നത് പോലെയാണ്. പെട്ടെന്ന് എല്ലാവരിലേക്കും പകർച്ച കൊടുക്കുന്ന തരത്തിലാണ് രത്നയുടെ പുഞ്ചിരി. കാണുന്ന എല്ലാവരുടെ മുഖത്ത് നോക്കിയിട്ട് രത്ന പുഞ്ചിരിക്കാറുണ്ട്. അപ്പോൾ ഇതിനാണ് ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ് എന്ന് പറയുന്നത്. ഈ ഫ്രേസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. Every day during the lunch hour, she would sit with some person in one of the rooms and they would have long chats. I would often wonder what they talked about. One day, I finally asked her, Ratna, would you talk with each person for the whole lunch hour? Ratna smiled and said simply, they shared their troubles with me. So, Sudha used to witness an incident, a particular incident. That is during the lunch hours. Sudha says that she used to see Ratna would sit with some other person in one of the rooms. And Ratna and the other person used to have a kind of conversation. And it lasted for a longer time. So, Sudha used to wonder what might be the topic of their discussion, of the topic, what they will be talking to each other. At last, out of curiosity, she asked Ratna what she talked to the other person for the whole lunch hour. Ratna replied that those persons shared their troubles with her. എല്ലാ ദിവസവും സുധ ഉച്ചയ്ക്ക് ഒരു ഉച്ച സമയത്ത് വിശ്രമ സമയത്ത് കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ്, ആ കമ്പനിയിൽ ഏതെങ്കിലും ഒരു റൂമിൽ രത്നയുടെ അടുത്ത് ഒരാൾ വന്ന് സംസാരിക്കാനിരിക്കുന്നുണ്ടാവും. അപ്പോൾ രത്ന എന്നും രത്ന തന്നെയാണ് അവിടെ ഇരിക്കുന്നത്, അതേസമയം ആളുകൾ മാറി മാറി വരുന്നുണ്ട്. ഒരു ദിവസം ഈ സുധയ്ക്ക് ഭയങ്കര ആകാംക്ഷയായി, എന്തായിരിക്കും ഈ ആളുകൾ രത്നയോട് വന്ന് പറയുന്നത്, എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ദിവസം സുധ രത്നയോട് ചോദിച്ചു, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ എല്ലാ ദിവസവും മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രത്ന ചിരിച്ചിട്ട് അവളുടെ ഒരു സ്വതസിദ്ധമായ പുഞ്ചിരിയോട് കൂടിയിട്ട് പറയാണ്, ഈ വരുന്നവരൊക്കെ അവരുടെ ജീവിതത്തിലെ വിഷമങ്ങൾ രത്നയുമായിട്ട് പങ്കുവയ്ക്കാണ്. But how can you solve the troubles of so many people? Do you always have an answer for them? No, I only listen. And that is enough.
that solves the problem? I was young and incredulous at such a simplistic outlook. But Rekna answered with the same patience and affection that she must have used with all my colleagues. I'm not a trained counselor or an intellectual. No one can solve your problem. You have to do it yourself. Then, how do you help them? By listening to them? So, Sudha wondered, hearing the reply of Rekna. She asked another question to Rekna. How she could help in solving the problems of these people? Did she have an answer for them? She told Sudha that she only listened to them. Sudha was young and she couldn't believe. It was incredulous for her about that simple outlook, that simple attitude. But Rekna answered to the question, answered how she could solve the problems with the same patience and affection. So Rekna used to show patience and affection to all the people working in that company. She was saying that she did not go for any counseling course. She is not having any training for giving counseling or for giving advice to others. She says that she is not an intellectual. She is neither a trained counselor nor an intellectual. She added that nobody could solve your problem. Each person has to find the problem themselves. She often wondered, that is, Sudha often wondered, what the point was of listening to somebody's problem if no help can be given. ഇവിടെ ലിസണിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുധയ്ക്ക് ആശ്ചര്യമായി, എങ്ങനെയാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ വെറുതെ കേൾക്കുന്നത് കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കുറയാൻ പോകുന്നത്? ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളോടുള്ളത് കുറച്ച് ആശ്ചര്യം ജനിപ്പിച്ചു. പക്ഷെ സുധ പറയാണ്, സുധ ചെറുപ്പക്കാരിയാണ്, അതുകൊണ്ട് വലിയ ആളുകളുടെ പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും എന്തൊക്കെയാണെന്ന് അത്ര മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. പക്ഷെ രത്ന ആ കമ്പനിയിലെ എല്ലാവരോടും വളരെയധികം സ്നേഹവും ക്ഷമയും പ്രകടിപ്പിച്ചിരുന്ന ആളായിരുന്നു. അപ്പോൾ രത്ന പറയാണ്, ഞാൻ ഈ കൗൺസിലിംഗ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കൊടുക്കുന്ന അങ്ങനത്തെ ട്രെയിനിങ് കൗൺസിലിംഗ് കോഴ്സ് ഒന്നും കൂടിയിട്ടില്ല. ഞാൻ അത്ര ബുദ്ധിജീവിയല്ല. ഇനി അവള് കൂട്ടിച്ചേർക്കാണ്, ഈ മറ്റുള്ളവർക്കൊന്നും നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. നമ്മുടെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ തന്നെയാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. അപ്പോൾ സുധയ്ക്ക് വീണ്ടും അതിശയായി. അപ്പോൾ പിന്നെ എന്തർത്ഥമാണുള്ളത് രത്ന ഈ കാര്യങ്ങൾ കേൾക്കാനിരിക്കുന്നത്? എന്തിനാണ് പിന്നെ ഈ ആളുകൾ വന്നിട്ട് രത്നയോട് ഈ പ്രശ്നങ്ങൾ പറയുന്നത്? അവർക്ക് സ്വയം പരിഹരിക്കാനാണ് രത്നയോട് പറയേണ്ട കാര്യമില്ലല്ലോ. God has given me 2 ears to listen to others. I hear them out with sympathy and without any judgment. When a person in trouble or under a lot of strain finds an outlet for his worries, it relieves half his burden. I thought for some time and said, but don't you ever break the confidence and tell others the secrets you hear, even by mistake?
So Rekna was saying that God had given her 2 years to listen to others. She said that she could hear them, the problems of her colleagues with sympathy and without having any judgment about them. When a person in trouble or having any stress shares their problems to Rekna, they find some relief. They get some relief from their worries, and it gives freedom from their worries. It reduces the burden they are bearing. രത്ന പറയാണ് ദൈവം എല്ലാവർക്കും രണ്ട് ചെവി കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട്. ഈ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് നമുക്ക് അവരോട് സഹാനുഭൂതി ഉണ്ടാവണം. രണ്ടാമതായിട്ട് അവരെ കുറിച്ച് ഒരു മുൻവിധിയും അല്ലെങ്കിൽ ഒരു പ്രെജുഡൈസ്ഡ് മൈൻഡ്, ഒരു മുൻധാരണ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ വിഷമങ്ങൾ അനുഭവിക്കുന്നവര് അവരുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒരു ആശ്വാസം അവർക്ക് കിട്ടുന്നു. അവര് ചുമക്കുന്ന ഭാരം കുറഞ്ഞ പോലെ ആണ് തോന്നുന്നത്. നമ്മൾ പറയാറില്ലേ, ദുഃഖം പങ്കുവെക്കുമ്പോൾ കുറയും, സന്തോഷം പങ്കുവെക്കുമ്പോൾ ഇരട്ടിയാകും. അപ്പൊ ആ ഒരു തത്വം തന്നെയാണ് ഇവിടെയും. അവരവരുടെ ദുഃഖം പങ്കുവെക്കുമ്പോൾ മറ്റൊരാൾ അത് ശ്രദ്ധാപൂർവം കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിന് ആശ്വാസം കിട്ടുന്നു, ഒരു പുതിയ ഉന്മേഷം കിട്ടുന്നു. Rekna said that she listened to the problems. Now the doubt arose in the mind of Sudha whether she revealed these secrets to others which these people had shared to them. അപ്പോൾ സുധയ്ക്ക് സംശയമായി, ഈ ആളുകൾ വന്ന് രത്നയോട് ഈ സീക്രട്സ് ഒക്കെ പറയുന്നുണ്ടല്ലോ, അത് രത്ന മൂന്നാമതൊരാളോട് പങ്കുവയ്ക്കാറുണ്ടോ? Not even in my dreams. I consider that to be the worst kind of betrayal. I don't think there's a greater sin than betraying someone's confidence. They tell me their worries because they know I will never talk about it or gossip about it to another person. Only when they know their words are secure with me can they talk to me freely. This way I relieve their burden for a short while till they are ready to pick themselves up and carry on with their journey. So Sudha asked whether she shared the other person's secrets to a third person. Rekna said that not even in her dreams she thought about that. She said that it is the worst kind of cheating or betrayal. She considers this, that is sharing the secrets to others, as a greater sin. She says that cheating someone's confidence is a great sin. She continued telling that the worries, the problems these people are sharing to Rekna in the belief that Rekna will never talk about those problems or she will never gossip about those problems to another person. These persons share their problems with Rekna because they knew that those words, those secrets were secure with Rekna, and then only they could talk to her freely. So Rekna says that this is the way how she got relief the burden of these persons who are having problems.
and they get an energy to pick themselves up, and they continue their journey of life with this renewed energy. അപ്പോൾ സുധ പറയാണ് ഈ രത്ന ഈ സീക്രട്സ് ഒക്കെ മറ്റുള്ളവരോട് മൂന്നാമത്തെ ആളുകളോട് പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ രത്ന പറയാണ്, എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം അതാണ് ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത്. ഒരാളിനെ വിശ്വാസത്തിലെടുത്ത് അതിനുശേഷം അയാളുടെ പ്രശ്നങ്ങൾ കേട്ടതിന് ശേഷം അത് മറ്റുള്ളവരുമായിട്ട് ഗോസിപ്പായിട്ട് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അതൊക്കെ മറ്റുള്ളവർക്ക് സംസാര വിഷയമാക്കി മാറ്റുക എന്നുള്ളത് അയാളെ ചതിക്കുന്നതിനേക്കാൾ ഇത്ര വലിയ പാപമില്ല. അപ്പോൾ അവർക്ക് അവരെ പറയുന്ന കാര്യങ്ങളൊക്കെ രത്നയുടെ അടുത്ത് സുരക്ഷിതമായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാളോട് പങ്കുവയ്ക്കപ്പെടില്ല എന്ന വിശ്വാസത്തിലാണ് അവർ പറയുന്നത്. ഇങ്ങനെ ആ ദുഃഖങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞ് രത്ന കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരിടത്തും അതിനെക്കുറിച്ച് സംസാരം ഉണ്ടായില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർ അത് പങ്കുവെക്കുകയും അവർക്ക് മനസ്സിന് നല്ല ആശ്വാസം തോന്നുകയും ചെയ്യുന്നു. അത് കഴിയുമ്പോൾ അവരുടെ ജീവിതമാകുന്ന യാത്ര തുടരുകയാണ്. അവരുടെ മനസ്സിൽ ആശ്വാസം കിട്ടുമ്പോൾ നല്ലൊരു ഉന്മേഷം, കുറച്ചും കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം അവർക്ക് കിട്ടും. Her words uncannily echoed my grandfather's, sitting on the stone bench under the banyan tree, perhaps in their own small ways, without access to great wealth. Both these people were doing tremendous social service. So, her words, that is Rekna's words, uncannily, mysteriously echoed the words of Sudha's grandfather. Sudha's grandfather used to say that we need to put our burden. We all have problems, but in a while we need to stop and put down our burdens and take rest. Then we will get refreshed energy to pick up the Lord once more. So this Horegallu helps us getting such rest, getting strength again to continue our life's journey. So when Rekna told these words, that is, being a good listener to others' problems is just like giving more energy to pick up the burdens. So Sudha acknowledges the words of Rekna when she was reminded of her grandfather's words. Both of them were saying the same thing. So Sudha says that both of them were not rich, but they were doing tremendous or big social service in their own small ways. രത്നയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സുധയുടെ മനസ്സിൽ അവളുടെ മുത്തച്ഛൻ പറയാറുള്ള വാക്കുകൾ ഓർമ്മ വന്നു. ആ ബനിയൻ ട്രീയുടെ ചുവട്ടിലിരുന്ന് അന്ന് മുത്തച്ഛൻ പറഞ്ഞ വാക്കുകൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഈ യാത്രയിൽ ഒരു കൽബഞ്ച്, ഒരു ഹൊരകയിലും ആവശ്യമാണ്. ഇടയ്ക്കൊന്ന് ഇരുന്ന് വിശ്രമിച്ച് നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് വീണ്ടും മുന്നോട്ട് പോകാനായിട്ട്. അതുപോലത്തെ ഒരു കാര്യം തന്നെയാണ് രത്ന ഇവിടെ പറഞ്ഞത്. അപ്പോൾ രണ്ടുപേരും ഈ ഹൊരകല്ലുവിൻ്റെ സ്ഥാനത്താണ്. അതായത് കൽബഞ്ചുകളെ പോലെ, മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന കൽബഞ്ചുകളെ പോലെയാണ് രണ്ടുപേരും വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ സുധ പറയാണ്, ഇവർ രണ്ടുപേരും അത്ര റിച്ചൊന്നും ആയിരുന്നില്ല, പക്ഷേ അത്ര ധനികരല്ലെങ്കിലും അവരവരുടേതായ ചെറിയ രീതികളിൽ മറ്റുള്ളവർക്ക് വേണ്ടി വലിയ സാമൂഹ്യ സേവനമാണ് ചെയ്തുകൊണ്ടിരുന്നത്. No one thought of acknowledging their work or rewarding them for it, but they continued to do so, as these acts of kindness gave them joy. If ever now I happen to pass a Horegallu in a village, I'll remember them and wish there were many more of them in this world. So
Sudha says that they were not doing these services for any kind of recognition or any kind of reward. Nobody gave them any reward for doing such social service. But what is the profit they had, or what do they get as reward for their acts of kindness? It was just joy. They had an inner joy by being good listeners. Sudha says that if ever she happens to pass, if ever she sees a Horigallu in a village, she remembers both of them, and she wishes if there were many more Horigallus or many more good listeners like Rekna and her grandfather in this world. അപ്പോൾ സുധ പറയാണ്, ഇവര് രണ്ടുപേരും ഈ സാമൂഹ്യസേവനം ചെയ്തിരുന്നത് എന്തെങ്കിലും അംഗീകാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഫലമോ കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ല. പിന്നെ എന്താണ് അവർക്ക് പ്രതിഫലമായിട്ട് കിട്ടിയത്? ഈ ദയയുള്ള ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു സന്തോഷം, ആനന്ദം, മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നത്. അത് തന്നെയാണ് അവർക്ക് ഉണ്ടായിരുന്ന പ്രതിഫലവും. അപ്പോൾ സുധ പറയാണ്, ഇനി ഈ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ഹൊരഗല്ലു അല്ലെങ്കിൽ കൽബഞ്ചുകളെ കാണുമ്പോൾ സുധ ഓർക്കാറുള്ളത് ഈ രണ്ട് വ്യക്തികളെയാണ്. ഇവര് രണ്ടുപേരും, സുധയുടെ മുത്തച്ഛനും രത്ന എന്ന സഹപ്രവർത്തകയും ശരിക്കും ഈ ഹൊരഗല്ലുകളെ പോലെ, കൽബഞ്ചുകളെ പോലെ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നവരായിരുന്നു. അതുപോലെ ഇങ്ങനെയുള്ള ഈ കൽബഞ്ചുകൾ ഈ ലോകത്തിൽ വളരെയധികം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സുധ ചിന്തിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ ആഗ്രഹിച്ചു പോവുകയാണ്. ഇപ്പോൾ വളരെയധികം പേര് ആത്മഹത്യ ചെയ്യുന്ന ഈ സമയങ്ങളിൽ അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാൻ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു അവസ്ഥ അവർക്ക് ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ നമുക്കും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നല്ല ശ്രോതാക്കളായിട്ട് മാറണം. അത് തന്നെയാണ് ഈ ലെസന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ പങ്കുവച്ചപ്പോൾ സുധ ആലോചിക്കുന്നത് അത് തന്നെയാണ്. നമുക്കറിയാം, സുധ വളരെയധികം അനാഥാലയങ്ങളും ഒക്കെ കെട്ടിപ്പൊക്കിയിട്ടിട്ടുള്ള ആളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി വളരെയധികം ചാരിറ്റി വർക്ക്സ് ചെയ്യുന്ന ഒരു എഞ്ചിനീയറുമാണ്, അതേസമയം ടീച്ചറുമാണ്, അതേസമയം ഒരു സാഹിത്യകാരുമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഹൊരഗല്ലുവിൻ്റെ പോലെ ഇവിടെ ഹൊരഗല്ലു ആയിട്ട് സാമ്യപ്പെടുത്തിയിട്ടുള്ള രത്നയും സുധയുടെ ഗ്രാൻഡ് ഫാദറിനെ പോലെ ആകാൻ നമുക്കും പറ്റണം. നല്ലൊരു ശ്രോതാവായി വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഈ ലെസണിൽ പറഞ്ഞിട്ടുണ്ട്. അതും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. ഐഡന്റിഫൈ ദ ക്വാളിറ്റീസ് ഓഫ്